ലാലുവിനും കുടുംബത്തിനും, ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും തിരിച്ചടി എന്ന വാർത്തയാണ്. ജോലിക്ക് ഭൂമി അഴിമതി കേസ് കോടതി കുറ്റം ചുമത്തിയെന്ന വാർത്തയാണ്. ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, തേജസ്വി, തേജ് മിസാ ഭാരതി, ഹേമ യാദവ് എന്നിവർക്കെതിരെയാണ് കുറ്റം ചുമത്തിയത്. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് കുറ്റം ചുമത്തിയത്. CBI കുറ്റപത്രം അംഗീകരിച്ചു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. അച്യുതൻ ചേരുന്നു. അച്യുതൻ, അപ്പോൾ ലാലു പ്രസാദ് യാദവ് മാത്രമല്ല തേജസ്വി അടക്കം കുടുംബം മുഴുവൻ വിചാരണ നേരിടണം അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, ഈ ജോലിക്ക് ഭൂമി അഴിമതി കേസിൽ ലാലുവിനും കുടുംബത്തിനുമാണ് ഇപ്പോൾ കുരുക്ക് ഉണ്ടായിരിക്കുന്നത്. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതായത് അഴിമതി, ഒപ്പം തന്നെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ളവ ചാർത്തിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റം ചുമത്തിയിരിക്കുന്നത്. ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ്, മിസാ ഭാരതി, ഹേമ യാദവ് എന്നിവർ ഉൾപ്പെടെ 46 പേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൽ 52 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. CBI കുറ്റപത്രം അംഗീകരിച്ചുകൊണ്ടാണ് നടപടി. ഇതോടുകൂടി ലാലുവിനും കുടുംബത്തിനും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണ നേരിടേണ്ടി വരും. ഈ കേസിൽ തന്നെ EDയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എന്തായാലും നിലവിലിപ്പോൾ CBIയുടെ ഈ ഒരു മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, 2004 മുതൽ 2009 വരെ റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി തസ്തികകളിൽ നിയമനം നടത്തിയതിന് പകരമായി ഭൂമി സ്വീകരിച്ചു എന്നുള്ളതായിരുന്നല്ലോ ആരോപണം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസൊക്കെയാണ്. അത് കഴിഞ്ഞ് ഈ കേസിൽ രാഷ്ട്രീയ വേട്ട ആരോപണമൊക്കെ ലാലു പ്രസാദ് ഉന്നയിച്ചിരുന്നതാണ്. ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്, ഇത്രയും വർഷം പഴക്കമുള്ള ഒരു കേസായതുകൊണ്ട്? അച്യുതൻ, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റെയിൽവേ മന്ത്രി ആയിരിക്കെയാണ് ഈ ഗ്രൂപ്പ് ഡി ജോലിക്ക് പകരം ഭൂമി ഇത്തരത്തിൽ അഴിമതി നടത്തി എന്നുള്ള ആരോപണം ഉയരുന്നതും തുടർന്ന് ഇതിൽ CBIയും EDയും ഈ കേസിലേക്ക് ഉൾപ്പെടുന്നതും തുടർന്ന് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസുകളാണ് എന്നതായിരുന്നു തുടർന്ന് ലാലു പ്രസാദ് യാദവ് കോടതിയിലടക്കം വാദിച്ചു പോകുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇത് നിലവിൽ റോസ് അവന്യൂ കോടതി CBI കുറ്റപത്രം അംഗീകരിക്കുകയും കുറ്റം ചുമത്തിയ ഘട്ടത്തിൽ വിചാരണ നടപടികളിലേക്ക് കടക്കും. സ്വാഭാവികമായും ലാലു പ്രസാദ് യാദവും കുടുംബവും ഇതിനെതിരെ മേൽക്കോടതികളെ സമീപിക്കാനായാണ് ഒരുങ്ങുന്നത്. നിലവിൽ ഇതുവരെ റോസ് അവന്യൂ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ വിചാരണ നടപടികൾ നേരിടേണ്ടി വരും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇനി ഇതിൽ EDയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. അതും ഇനി ഇതിന്റെ പരിഗണനയിലേക്ക് എത്തുന്ന ഒന്നാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.